എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് മുഖ്യ പുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും ഉൾപ്പെടെയുള്ളവരിൽ നിന്നും പരിഹാസം ഏറ്റുവാങ്ങുന്ന ക്രിസ്തുവിനെ ഈ വചനത്തിലൂടെ ശ്രവിക്കാം. മത്തായി 27:40. മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്ക. ദൈവപുത്രൻ എങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്നു പറഞ്ഞു. ഈ വാക്യം യേശുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ ആഖ്യാനത്തിൻ്റെ ഭാഗമാണ്. മുൻ അധ്യായങ്ങളിൽ യേശുവിനെ പിടികൂടി വിചാരണ ചെയ്യപ്പെടുകയും ക്രൂശിൽ തറയ്ക്കുകയും ചെയ്തു. അവനെ കളിയാക്കി, അടിച്ചു, ക്രൂശിൽ കിടത്തി. ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ മതനേതാക്കളും കാഴ്ചക്കാരും യേശുവിനെ പരിഹസിക്കുന്നു. ദൈവപുത്രനും മശിഹായുമാണെന്ന അവൻ്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്നു. ദേവാലയം നശിപ്പിച്ച് പുനർനിർമ്മിക്കാൻ കഴിയുമെന്ന് അവകാശപ്പെട്ട യേശുവിനെ പരിഹസിക്കുന്നു. മുഖ്യ പുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും ഉൾപ്പെടെ ക്രൂശിനു സമീപം നിൽക്കുന്നവരുടെ പരിഹാസത്തിൻ്റെ ഭാഗമാണ് ഈ വാക്യം. ഈ വാക്യത്തിൽ പരിഹാസികൾ പരാമർശിക്കുന്നത് യേശു തൻ്റെ ശുശ്രൂഷയിൽ മുമ്പ് നടത്തിയ ഒരു പ്രസ്താവനയാണ്. യോഹന്നാൻ 2:19 പറഞ്ഞു, ഈ ആലയം നശിപ്പിക്കുക, 3 ദിവസത്തിനുള്ളിൽ ഞാൻ ഇത് ഉയർത്തും. അവൻ തൻ്റെ സ്വന്തം ശരീരത്തെക്കുറിച്ചാണ് സംസാരിച്ചത്, യെരുശലേമിലെ ഭൗതിക ക്ഷേത്രത്തെക്കുറിച്ചല്ല. എന്നിരുന്നാലും അവൻ്റെ ശത്രുക്കൾ അവൻ്റെ വാക്കുകൾ തെറ്റിദ്ധരിക്കുകയോ മനഃപൂർവ്വം വളച്ചൊടിക്കുകയോ ചെയ്തു. ക്ഷേത്രം നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. കടന്നു പോകുന്നവർ നിന്ന് ആടുകൾക്ക് വേണ്ടി മരിക്കുന്ന ഇടയനെ നിന്ദിക്കുവാൻ അമാന്തിച്ചില്ല. മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്ക. ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. യുക്തിവാദത്തിൽ അധിഷ്ഠിതമായ ഭാഷയാണിത്. ഞങ്ങൾ കണ്ടു വിശ്വസിക്കട്ടെ. നവീകരണവാദത്തിൻ്റെ ഭാഷ കൂടിയാണിത്. ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ, ക്രൂശിൻ്റെ അനുഭവം ഒഴിവാക്കുക. ഞങ്ങൾ വിശ്വസിക്കാം. ഇവിടെ പരിഹാസത്തിൽ പരിഹാസവും വെല്ലുവിളിയും അടങ്ങിയിരിക്കുന്നു. വിരോധാഭാസം എന്തെന്നാൽ, തന്നെ രക്ഷിക്കാൻ ക്രൂശിൽ നിന്നിറങ്ങാനും യേശുവിന് ശക്തിയുണ്ടായിരുന്നു. പക്ഷേ അവൻ അങ്ങനെ ചെയ്തില്ല. അവൻ കഷ്ടം സഹിക്കുവാൻ തിരഞ്ഞെടുത്തു. കാരണം അവൻ്റെ ദൗത്യം ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുക എന്നതായിരുന്നു. പരിഹാസത്തിൻ്റെ മുമ്പിൽ നമുക്ക് സഹിഷ്ണുത ഉണ്ടായിരിക്കണം. ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം നാം മനസ്സിലാക്കണം. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ദൈവവചനത്തിലും അവൻ്റെ വെളിപ്പെടുത്തിയ സത്യത്തിലും ഉള്ള വിശ്വാസമാണ്. സ്നേഹപിതാവേ, യേശു തൻ്റെ ത്യാഗപരമായ മരണത്തിലൂടെ മനുഷ്യരാശിയെ രക്ഷിക്കാനും ദൈവിക പദ്ധതിയിൽ വിശ്വസിക്കാനും സഹനത്തിലൂടെയുള്ള സഹിഷ്ണുതയ്ക്കും യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ ആഴത്തിലുള്ള ആത്മീയ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.